അങ്ങനെ 3 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് നിന്നിട്ട് നമുക്ക് അവസാനം ഒരു ലിഫ്റ്റ് കിട്ടി. ചേട്ടൻ പകുതി വഴി പോകുന്നു. ചെറാപുഞ്ചി എന്നുള്ളത് പണ്ടത്തെ കൊളോണിയൽ പേരാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി പറയില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പോലീസ് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പാർക്ക് ചെയ്യിപ്പിച്ചു. ഇതൊരു ടോയ്ലറ്റാണ്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഇന്നലെ സ്ഥലം തന്നത് അവർ. അങ്ങനെ നമ്മൾ ഷിലോങ്ങിന് പോണ വഴിക്ക് ഒന്ന് നിർത്തിയതാണ്. ഇത് കണ്ടില്ലേ, ഒരു ലേക്ക് ഉണ്ട്. ലേക്കിന്റെ പേരെന്നായിരുന്നു? ഉമിയാം ലേക്ക് ആണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഷിലോങ്ങിന് പോകാൻ വേണ്ടി ഷിലോങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ മേഘാലയയിൽ നിന്ന് ഷിലോങ് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര ടഫായിരുന്നു. കാരണം അവിടുത്തെ റോഡുകളൊക്കെ ഒറ്റപ്പെട്ട റോഡുകളാണ്. നമ്മൾ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു റോഡ് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പിന്നെ നമ്മൾ ആ വഴിക്ക് ഒറ്റപ്പെട്ടാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഗുവാഹത്തിയിൽ ജൊറാബാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ്. ഗുവാഹത്തിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പറയാണിത്, 20 കിലോമീറ്റർ ഇപ്പറയാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് മേഘാലയ ഷിലോങ്ങിലേക്കുള്ള സ്ട്രെയിറ്റ് വഴി. ഈ വഴി NH നമ്മുടെ ഷിലോങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്ന് നിന്ന് ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:15 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് എടുത്ത് ഷിലോങ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. ഷിലോങ് ഇപ്പോൾ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സേഫായിട്ട് ഹിച്ചേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാനുള്ള പ്ലാനിലാണ്. ഷിലോങ് ലിഫ്റ്റ് ഇച്ചിരി ടാസ്ക് ആണ് ഗൈസ്. അങ്ങനെ രാവിലെ തൊട്ട് ലിഫ്റ്റ് നോക്കാൻ നിന്നത് 12 മണിയായി. 3 മണിക്കൂറായല്ലേ? 3 മണിക്കൂർ ലിഫ്റ്റ് നോക്കി എന്നിട്ട് ഒരു ലിഫ്റ്റ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേ ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വണ്ടി ഒന്ന് സ്പീഡ് കുറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒന്നും കൊണ്ട് ട്രൈ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഇന്ന് ഷിലോങ് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷിലോങ് എത്ര നേരം നിന്നപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടി. അങ്ങനെ 3 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് നിന്നിട്ട് നമുക്ക് അവസാനം ഒരു ലിഫ്റ്റ് കിട്ടി. അതും പകുതി വരെ ഉള്ളൂ, ഷിലോങ് വരെ ഇല്ല. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് തന്ന ചേട്ടനാണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പകുതി വഴിയേ ഉള്ളൂ, എന്നാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. ഷിലോങ് से हम इस महीने में पूरा मेघालय रहेगा. एक्चुअली അങ്ങനെ നമ്മൾ 2 മണിയായി. നമ്മളിതേ ഇപ്പോൾ ഷിലോങ് എത്താറായി. ചേട്ടൻ നമ്മൾ ഷിലോങ് വരെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തെത്തി. ഇനി ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഷിലോങ് എത്തും. നമ്മൾ 2-2:30 ആകുമ്പോൾ. അയ്യോ അങ്ങനെ നമ്മൾ ഷിലോങ്ങിന് പോണ വഴിക്ക് ഒന്ന് നിർത്തിയതാണ്. ഇത് കണ്ടില്ലേ, ഒരു ലേക്ക് ഉണ്ട്. ലേക്കിന്റെ പേരെന്നായിരുന്നു? ഉമിയാം ലേക്ക് ആണ്. അടിപൊളി, നല്ല ലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ മേഘാലയയുടെ ക്യാപിറ്റലായുള്ള ഷിലോങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഷിലോങ്ങിൽ ഇന്ന് എത്തിയായിരുന്നു. ഇവിടെ നമ്മളൊരു രാജസ്ഥാനി റെസ്റ്റ് ഹൗസ്, രാജസ്ഥാനി വിശ്രം ഭവൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചില ചീപ്പായിട്ട് നമുക്ക് അക്കോമഡേഷൻ കിട്ടും. കുഴപ്പമില്ല, അക്കോമഡേഷൻ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കോമഡേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമുക്ക് രാവിലെ ചെറാപുഞ്ചി, നമുക്ക് ഇവിടെ വന്നിട്ട് അധികം സ്ഥലങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചെറാപുഞ്ചി ഉണ്ട്. ചെറാപുഞ്ചിയിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലപ്പേരുകളൊക്കെ ഒരുമാതിരി നമുക്ക് വായിൽ പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ആ വഴിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറാപുഞ്ചി പോകാൻ വേണ്ടി
ഷിലോങ്ങിൽ നിന്ന് ശ്രമിക്കുവാണ്. ഇവിടെ വണ്ടിയൊക്കെ മോസ്റ്റ്ലി ടാക്സി, ഷെയർ ടാക്സിയാണ്. അതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് കിട്ടുമോ എന്ന് നോക്കാനുള്ള പ്ലാനിലാണ്. ടൗണിൽ ലിഫ്റ്റ് കിട്ടൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നോക്കാം. അപ്പോൾ നമ്മൾ ഷിലോങ് മെയിൻ ടൗണിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ നടന്നാണ് നമുക്ക് ചെറാപ്പുഞ്ചിക്ക് ലിഫ്റ്റ് കിട്ടാൻ വേണ്ടി. ടൗണിൽ നിന്ന് എന്താണ് കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ ഇച്ചിരി നടന്നു. ചേച്ചി अच्छा ठीक है. നിർത്തി. ഹലോ താങ്ക് യു. അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടി ചെറാപ്പുഞ്ചിയുടെ ഹാഫ് വേ വരെ. അമീർ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടുന്നത്. ഇറ്റ്സ് ഓക്കെ നാ ടേക്കിംഗ് വീഡിയോ. അമീർ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് തന്നെ. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. അപ്പം നമുക്ക് ചേട്ടനതേ ആ വഴിക്ക്, അത് ഡൗക്കി എന്ന് പറഞ്ഞ വേറെ സ്ഥലത്താണ്, നമുക്ക് പോവാം. നമ്മളിനി പോകേണ്ടത് റൈറ്റ് സൈഡ് കൂടിയാണ്. അങ്ങോട്ടാണ് നമ്മളെ ചെറാപ്പുഞ്ചി അല്ല, അത് ചേട്ടൻ പറഞ്ഞു സോറ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ എല്ലാവരും അറിയപ്പെടുന്നത് സോറ എന്നാണ്. ചെറാപ്പുഞ്ചി എന്നുള്ളത് പണ്ടത്തെ കൊളോണിയൽ പേരാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളിനി പറയില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് സോറയ്ക്കാണ്. സോറ. അപ്പോൾ ഇതേ നമ്മൾ ഹാഫ് വേ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ലിഫ്റ്റ് എടുക്കാം എന്നുള്ള പദ്ധതിയിലിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് സോറയ്ക്ക്, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചെറാപ്പുഞ്ചിക്ക് ഇനി ഇവിടുന്ന് 10-28 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ പോകാൻ പറ്റുമെന്ന്. Lakshmi. പോൾസൺ. എടി അതെ നമ്മളപ്പോൾ അവസാനം സോഹറയിലെത്തി. പക്ഷെ ഞങ്ങക്ക് ലിഫ്റ്റ് എന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. അവരെ കുറിച്ച് ഇത് എടുക്കാൻ പറ്റില്ല. ഈ പോൾസ് ഓണാക്കിയില്ല. അവരെ വീഡിയോ എടുക്കാൻ ഞാൻ ഓണാക്കി വെച്ചത്, ഓണായില്ല. അയ്യോ അത് സോറി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി ഇവിടെ നിന്ന് ഇനി സോര എത്തിയിട്ട് ഞങ്ങൾ ഒരു ചായ കുടിച്ച സമയം കൊണ്ട് ഞങ്ങൾക്ക് വേറെ ലിഫ്റ്റ് കിട്ടി. ഇവിടെ ലിവിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ 15 കിലോമീറ്റർ ലിവിംഗ് റൂട്ട്. അപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേയോ അല്ലെങ്കിൽ ക്യാമ്പ് ഇടാനുള്ള നോക്കാം. അവിടെ നമ്മുടെ മരത്തിന്റെ വേര് കൊണ്ടുള്ള ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമാണ്. അതൊന്ന് കാണാം. അപ്പൊ നൈസ് വഴി. ഓക്കെ. അപ്പോൾ നമ്മളപ്പോൾ മേഘാലയയിൽ ഒരു ഡബിൾ റൂട്ട് ബ്രിഡ്ജ് കാണാനാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ സൊഹറ, അതായത് പഴയ ചിറാപ്പുഞ്ചി എന്ന് നമ്മൾ പേര് വിളിച്ചുകൊണ്ടിരുന്ന സൊഹറ എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് നിന്ന് അതിൻ്റെ മെയിൻ ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി, നമുക്ക് 15 കിലോമീറ്റർ ആ വഴിയാണ് നമ്മൾ വന്നത്. ലിഫ്റ്റ് കിട്ടി ഇവിടം വരെ എത്തി നിൽക്കുവാണ്. ഇനി ഇവിടെ നിന്ന് താഴത്തേക്കൊരു വഴി പോകണുണ്ടോ, ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ അങ്ങോട്ട് ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സമയം ഏകദേശം ഒരു 3:45. അങ്ങനത്തെ അവസാനം നമ്മൾ കുറച്ച് അരിയും കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ലിവിങ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകാനുള്ള തീരുമാനത്തിലെത്തി. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. 4 കിലോമീറ്ററാണ് ബോർഡിൽ കാണിച്ചാണ്. പക്ഷേ ഒരു വില്ലേജ് ഉണ്ട് 1 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ആ വില്ലേജ് വരെ ചെന്ന് നോക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വില്ലേജ് ചെന്ന് അവിടെ വല്ല സ്പേസ് കിട്ടുവാണെങ്കിൽ ഇന്ന് ടെൻറ്റ് പിച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുവാണ്. അപ്പോൾ നോക്കാം. നമ്മളേതായാലും അങ്ങോട്ട് നടക്കുവാണ്. നമ്മൾ എവിടെ വരെ പോവും ഇങ്ങനെ പോയി. ഹലോ. അപ്പോൾ ഒരു ഷെഡിലെത്തിക്കുകയാണ്. വേണ്ടയോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്.
നമ്മൾ മറ്റേ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് അവിടെ എല്ലാം ഫുള്ളി കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. നമ്മളവിടെ ടെൻ്റ് ഇടാനൊന്നും ആൾക്കാർ സമ്മതിക്കത്തില്ല. പിന്നെ സ്ഥലവും കുറവാണ്. ഫുള്ളി ഇങ്ങനെ ജംഗിൾ ഏരിയാസ് ആയിട്ട് നമുക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലതുണ്ടോ. ഇപ്പോൾ ഇത് ഇവിടെ ഇതൊരു വില്ലേജാണ്. വില്ലേജിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമ്മളിത് ആലോചിക്കുന്നത് ഇവിടെ ഇട്ടാലോ എന്നുള്ള കാര്യം. അപ്പം ഇന്ന് ടെന്റ് ഇടുമ്പോൾ ആൾക്കാർ 100 ക്വസ്റ്റ്യൻ. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ടെൻ്റ് ഇടണം, എന്താണെങ്കിലും ടെൻ്റ് ഇടണം. നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ടെൻ്റ് ഇടാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അങ്ങനെ തണുപ്പ് കൂടിയതോടുകൂടി നമ്മൾ ഷെഡിൽ തന്നെ ടെൻ്റ് ഇട്ടു. അരമണിക്കൂറിന് ശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞു നമുക്കത് അഴിച്ച് മാറ്റണം, അവിടെ ടെൻ്റ് ഇടാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് വേറെ വഴിയില്ല. പക്ഷെ അദ്ദേഹം പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. പോലീസിനെ വിളിക്കും. Just we are just spending night only and we'll leave morning itself. Yes, ma'am, because it's not safe also for you to stay like this here out here. No, that's not. Then what's safe? Where we have to go? We don't have any place. അങ്ങനെ 9 മണിയോടുകൂടി പോലീസ് വന്നു. നമ്മുടെ അടുത്ത് മാറണം, ഇത് വില്ലേജ് റൂളാണ്, ഇവിടെ ക്യാമ്പിംഗ് ഒന്നും പറ്റില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് മാറണം എന്ന് പറഞ്ഞു. നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ലായിരുന്നു. പക്ഷേ പോലീസ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ അഴിച്ചു മാറണം, അല്ലെങ്കിൽ നിങ്ങൾ ഹോം സ്റ്റേ എടുക്കണം. ഹോം സ്റ്റേ എടുക്കാനുള്ള ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ അവസാനം ടെൻറ്റ് അഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ആ വില്ലേജ് ആ രാത്രി തന്നെ വിടാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പിന്നെ അങ്ങനെ ഇറങ്ങി നടന്ന് നമ്മളെ സേഫ് അല്ല എന്ന് പറഞ്ഞ് പോലീസ് നിർബന്ധിച്ച് അവരുടെ വണ്ടിയെ കയറ്റി 15 കിലോമീറ്ററോളം അപ്പുറമുള്ള സോഹ്ര ടൗണിൽ നമ്മളെ ഒരു പെട്രോൾ പമ്പിലാക്കി.